രഹന, എന്താ ഈ നേരത്ത് വിളിച്ചൂടെ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാലോ രഹന. അഭിജിത്തേട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ക്യാഷ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. കാശ് നാളെ ഞാൻ തരാം, നീ പെരിന്തൽമണ്ണയിൽ വന്നാൽ മതി. പിറ്റേന്ന് രഹന റംഷാദിനെ തേടി പെരിന്തൽമണ്ണയിൽ ചെല്ലുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എടാ, എനിക്ക് പോണം, അതിങ്ങെടുക്ക്, രഹന റംഷാദിനോട് പറഞ്ഞു. ഈ അങ്ങാടിയിൽ നിന്നോ? വരൂ എന്ന് പറഞ്ഞുകൊണ്ട് റംഷാദ് നടന്നു, രഹന അവന്റെ പുറകെയും. ഒരു ഹോട്ടൽ റൂമിന്റെ വാതിൽ തുറന്ന് റംഷാദ് അതിനകത്തേക്ക് കയറി. രഹനയും. ഒരു കള്ളച്ചിരിയോടെ റംഷാദ് വാതിലടച്ചു, കുറ്റിയിട്ടു. രഹനയുടെ ഇരു ചുമലുകളിലും കൈവച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ അമർന്നു. റംഷാദ്, എന്നെ നീ തന്നെ കെട്ടണട്ടോ. അയച്ചിട്ട വസ്ത്രങ്ങൾ ഓരോന്നായി അണിഞ്ഞുകൊണ്ട് രഹന പറഞ്ഞു. പഞ്ചായത്തിൽ ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുന്ന രഹനയുടെ അടുത്തേക്ക് അഭിജിത്ത് വന്നു. രഹന, ആ കാശ്. അദ്ദേഹം രഹനയുടെ മുഖത്തേക്ക് നോക്കി. ശമ്പളം കിട്ടുമ്പോൾ തരാം അഭിയേട്ടാ, മറക്കാതെ തരണട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അഭിജിത്ത് അവിടെ നിന്നും പോയി. രഹന റംഷാദിന്റെ നമ്പർ ഡയൽ ചെയ്തു. റംഷാദ് ഫോൺ എടുത്തു. എന്താ രഹന? എടാ, അഭിയേട്ടൻ കാശ് ചോദിക്കുന്നു. നീ അന്ന് കാശ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ക്യാഷ് തന്നില്ലല്ലോ. പകരം സ്വർഗം കാട്ടി തന്നില്ലേ? എന്തായിരുന്നു പെർഫോമൻസ്? കാര്യം പറയുമ്പോൾ കളി പറയല്ലേ റംഷാദേ. രഹനക്ക് ആ മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ അഭിജിത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 2000 രൂപ അവൾ തിരിച്ചു കൊടുത്തു. റംഷാദ് തന്റെ സുഹൃത്ത് അൻവറിന്റെ കൂടെ പുഴക്കരയിൽ ഇരുന്നു. എടാ, ഞാനൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്, റംഷാദ് അൻവറിനോട് പറഞ്ഞു. എന്ത് കുടുക്ക്? എടാ, ഞാനൊരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് പുറകെ നടക്കുകയാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല, ദരിദ്രവാസി. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ കൂട്ടുകാരാ? അൻവർ ചോദിച്ചു. എങ്ങനെ? എല്ലാം ഞാൻ പറയാം. അൻവർ രഹനയുടെ ഫോണിലേക്ക് വിളിച്ചു. ഡാറ്റ എൻട്രി വർക്കുകൾ ചെയ്യുകയായിരുന്ന രഹന ഫോൺ